ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. പോയടാ എന്താ കാര്യം? അതെ, ഹലോ, ഇപ്പൊ ഇന്ന് പുതിയ വർഷമാണ്. അതെ, കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ എല്ലാ രീതിയിലുള്ള അടിപൊളി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യം പറ. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങൾ, നമ്മളെ ജോലിയുടെ കാര്യം, ദുരിതങ്ങളും കഷ്ടപ്പാടും എല്ലാം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരുന്നു. ഹാപ്പി ആയിരുന്നു. ചിലവര് പറയണു ഇങ്ങനെ ഇവിടുത്തെ ഇപ്പോഴത്തെ ഭരണം മോശമാണെന്നൊക്കെ പറയണു. ഭരണം സ്വാഭാവികമായിട്ട് മോശമാണ്. നമ്മളുടെ ഇതില് നമ്മള് ഓരോരോ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അതെല്ലാം അനുഭവിച്ച് വളരുന്നവരാണ് നമ്മൾ. ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി അധികാരമേറ്റെടുത്ത സർക്കാർ അവരുടേതായ കാര്യം നോക്കി ദൂർത്ത് കാണിക്കുമ്പോൾ അതിനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. നമ്മളെ പ്രതികരിക്കുന്നുണ്ട്. ഇനിയും ഇദ്ദേഹത്തിന്റെ ഭരണം വരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ദുർഭരണം? എങ്ങനത്തെ ദുർഭരണം? ആവശ്യകരമായ രീതിയിലുള്ള ആഡംബരം എന്നുള്ള രീതികളിൽ നമുക്ക് ഉൾക്കൊള്ളാൻ അവനുമായിട്ട് ഉൾക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. അത് ശരി. അവര് കിറ്റ് തന്നാണ് നിങ്ങളെയൊക്കെ ഒതുക്കിയെന്ന് പറയണു. അവര് കൊടുത്ത് നമ്മളെല്ലാം ഒതുക്കിയത്, മറ്റുള്ള വോട്ടർമാരെ അവര് ഒതുക്കി. അങ്ങനെയാണ് തിരിച്ച് രണ്ടാം ഭരണം അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ദോഷം മാത്രമാണ് ഉള്ളത്. ദോഷം രണ്ടാം സർക്കാർ വന്നപ്പോൾ ജനങ്ങൾക്ക് അത് ദോഷകരമായി മാറി. അത് ശരി. അതാണ് അതിൻ്റെ യഥാർത്ഥം. എങ്ങനെ ഉണ്ടായിരുന്നു ഭരണം? വളരെ മോശം. വളരെ മോശമായിരുന്നു. അതെന്തുകൊണ്ട്? പാവങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി. നിങ്ങൾക്ക് ഇങ്ങനെ ഓപ്പണായിട്ട് കളിക്കാനുള്ള ഒരു അവസരമെങ്കിലും തന്നില്ലേ? നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, നമ്മളുടെ പഴയ സ്വാതന്ത്ര്യം, നമ്മൾ നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണ് നമുക്ക് കളിക്കാനുള്ള അവസരം ഉണ്ടായത്. സ്വാതന്ത്ര്യം അപൂർവന്മാരുണ്ടാക്കിയ സ്വാതന്ത്ര്യം അല്ല, പാർട്ടിക്കാരുണ്ടാക്കിയ രാഷ്ട്രീയക്കാരുണ്ടാക്കിയ സ്വാതന്ത്ര്യമല്ല. ആ സ്വാതന്ത്ര്യം നമ്മൾ ഇന്ന് അനുഭവിക്കുന്നു. ആ സ്വാതന്ത്ര്യം കിട്ടാതിരുന്നെങ്കിൽ നമ്മളിന്ന് ഈ കളിക്കാനോ മറ്റുള്ളൊന്നിനും പറ്റില്ലായിരുന്നു. പിന്നെ ഈ ഒരു 2.5 വർഷം കൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുമെന്നാണ് പറയണത്? എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള ഒരു പിടിയും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാലഘട്ടം വളരെ മോശമാണ്. കാലഘട്ടം മോശമാണോ? ഇവർ വന്ന് മോശമാക്കിയതാണോ? അതാണ് പറഞ്ഞത്. ഇവരുടെ ഈ പോക്കിൽ ഇവിടുത്തെ കള്ളും കഞ്ചാവും മദ്യം മയക്കുമരുന്ന് എന്നുള്ള എല്ലാ രീതിയിലുള്ള ഇതുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ആ ഒരു ബുദ്ധിമുട്ട് നമ്മളുടെ മക്കൾക്കെങ്കിലും അത് ഉണ്ടാവരുത് എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അവരുടെ അനുഭവം നമ്മളുടെ അനുഭവം അവർക്ക് വരരുത്. അപ്പൊ ശരി, എന്നാൽ ഓക്കെ. ഹാപ്പി ന്യൂ ഇയർ.